എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു 4 മണി പലഹാരം നോക്കാം. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉള്ളി വെച്ചിട്ടുള്ള ഒരു പക്കോടയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉള്ളി പക്കോട നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ ഇതിനുള്ളൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ ടേസ്റ്റിലുള്ള ഒരു ഉള്ളി പക്കോടയാണിത്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. 2 3 നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇനി വെള്ളമൊന്നും അധികം ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ജ്യൂസൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. അപ്പോൾ ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇടുന്ന പ്രത്യേക ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പക്കോടയിലേക്ക് നമുക്ക് കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ എക്സ്പയർ ആയി പോകും ഈ കടലമാവ്. അപ്പോൾ അത് ഫ്രിഡ്ജിലോ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഒണിയൻ പക്കോട നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സ്പൂണിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആവും. അപ്പോൾ ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കടലമാവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആകരുത്. അപ്പം നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ എണ്ണയിൽ നിന്നും ഒരു വലിയ സ്പൂണ് നല്ല തിളച്ച എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പക്കോടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വറുത്ത് കോരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ നമ്മൾ കയ്യിൽ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഒണിയൻ പക്കോട നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. ചൂട് ചായയുടെ കൂടെ 4 മണിക്ക് മഴയുള്ള സമയത്തൊക്കെ കഴിക്കാൻ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആണെങ്കിൽ കൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു കിച്ചൺ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് വറുത്ത് കോരാം. അപ്പം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഒണിയൻ പക്കോടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്